ദി മാച്ച് ഡയറക്ടഡ് ബൈ കിം ക്യൂൾ ജോ. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഒരു ആദ്യമായിട്ട് കാര്യം പറയാം, ഇതൊരു കൊറിയൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്ത വെർഷൻ അവൈലബിൾ ആണ്. അതൊന്ന്. രണ്ടാമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. അതൊന്നും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കിടിലൻ പടമാണ്. കിടിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, സ്പോർട്സ് ഡ്രാമയാണെന്നുള്ളത് ഇവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നെറ്റ്ഫ്ലിക്സിൽ വണ്ടക്കാശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്പോർട്സ് ഡ്രാമ എന്ന് വെച്ചാൽ അതിൽ ലാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ലോ പേസിലെങ്കിലും സിനിമ പല സമയത്തും പോകും. പക്ഷെ ഡ്രാമ മൂവീസ് വെച്ച് നോക്കുന്ന സമയത്ത് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശരിക്കും നടന്നിട്ടുള്ള ഒരു സംഭവം, ഒരു കുട്ടിന്റെ ഒരു ജേർണി ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതിന്റെ പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഗോ എന്ന് പറഞ്ഞിട്ട് ഈ കളി ഏതാണെന്ന് അറിയില്ല. ഗോ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് തന്നെ, ഈ സിനിമ കാണുന്നത്. ഗോ ഇംഗ്ലീഷൊക്കെ ഡബ് ചെയ്ത് വരുമ്പോൾ ഗോ എന്നാണ് ഈ ഗെയിമിന്റെ പേര് പറഞ്ഞത്. ശരിക്കുള്ള പേരും കൂടി കളിന്റെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഈ ഗോ എന്ന് പറഞ്ഞ ഒരു മാച്ച് ഒരു ബോഡിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഇങ്ങനെ ഓരോ മുത്ത് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കണതാണ്. അപ്പൊ അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമിൽ ഒരു വേൾഡ് ചാമ്പ്യൻ ഉണ്ടാവും. ആ വേൾഡ് ചാമ്പ്യൻ ഒരു കുട്ടി പ്രായത്തിനനുസരിച്ച കളിയല്ല കളിച്ചിരുന്നത്. അപ്പൊ കുട്ടീനെ കാണുന്ന സമയത്ത് കുട്ടീനെ ഏറ്റെടുത്തിട്ട് കുട്ടീനെ ഈ കളി പഠിപ്പിക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് എന്താണെന്നുള്ള ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ കുറച്ചും കൂടെ സ്പോയിൽ ചെയ്യാതെ തന്നെ പറയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നടക്കുന്ന ഒരു പോണ ഒരു മൂവിയാണ്. ശരിക്കും നടന്ന ഒരു ബയോഗ്രഫിയും കൂടിയാണല്ലോ ഇത്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു പോക്ക് ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിലൊക്കെ നല്ല ലാഗാ. തുടക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കണ്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോറടിക്കും. എനിക്ക് പേഴ്സണലി ബോറടിച്ചിരുന്നു. കാരണം ഒന്നുമില്ലാതെ ഇങ്ങനെ പോകണം. പക്ഷെ അതൊരു ജേണിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലാതെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ശരിക്കും നടന്നിട്ടുള്ള സംഭവത്തിൽ എല്ലാ ഇൻസിഡൻസും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോണ ഒരു മൂവിയാണ്. പക്ഷെ ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ഫീൽ ഉണ്ട്, ഗംഭീര ഫീലാവും. കാരണം ഇത് ത്രില്ലിങ് ഒരു മാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇജാതി ത്രില്ലിങ് മാച്ച്. അതിന്റെ റൂൾസ് ഒന്നും അറിയാതെ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഇത് അറിയണ്ടാവില്ല ഇത് എന്താ കളി എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോണ ഒരു മാച്ച് കിടിലം പെർഫോമൻസ് ഈ സിനിമയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞല്ലോ ഈ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസും പിന്നെ ഒരു കുട്ടിയായിട്ട് പിന്നെ കുട്ടി വലുതായിട്ടൊരു പിന്നെ ഒരു ചെക്കന് വരുന്നുണ്ട് ഇതിൽ അഭിനയിക്കാണ്. അതും കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുറച്ചൊരു 1.5 മണിക്കൂറിനുള്ളിൽ തീർക്കുന്ന ഒരു സംഭവം ആവണമായിരുന്നു എന്നുള്ള എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ കുറെ ഭാഗത്ത് എനിക്ക് നല്ല രീതിയിൽ ലാഗ് അടിച്ച്. പിന്നെ അനാവശ്യം ഈവൻ ഈ ജേർണി കാണിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് പോലും അനാവശ്യമായിട്ടുള്ള സ്ട്രെച്ചിങ് ഒരു സിനിമയിൽ പല ഭാഗങ്ങളിലും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ടെക്നിക്കലി ഒരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ BGM ഈ ഒരു മാച്ച് നടക്കുന്ന സമയത്തുള്ള ഒരു BGM ഉണ്ട്, അതാണ് BGM. അത് വലിയ ഒച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നൈസായിട്ട് ബാക്കിൽ ഈ BGM കയറാണ്, കിട്ടുമെന്ന് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഡ്രാമ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ത്രില്ലിംഗ് മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദി മാച്ച് എന്ന് പറഞ്ഞ ഇത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ദി മാച്ച് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ മൂവി കാണാൻ നോക്കാം. ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല നിങ്ങൾ, ഒരിക്കലും ആവില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഈ ക്ഷമോട് കൂടിയിട്ട് ഇരുന്ന് കാണണം, ഫോർവേഡ് ഒന്നും അടിക്കാതെ. ചിലപ്പോൾ നമുക്ക് എടുത്തെറിഞ്ഞ് പോകുന്നത് അങ്ങനെ അത്രക്കധികം സ്ലോലി പല ഭാഗത്ത് സിനിമ പോകുന്നുണ്ട്. ആകെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 2 മണിക്കൂറിന് ഒരു മൂവിയിൽ 1.5 മണിക്കൂറിന് തീർക്കണമായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അത്രയോ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള സീൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പൊ എന്തൊക്കെ എക്സ്ക്യൂസ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നടന്നതാണ് ആ ഒരു ജേർണി ആണെന്ന് പറയുമ്പോഴും അതിൽ നിന്ന് നമുക്ക് എടുത്തു പോയി. നമ്മൾ സിനിമ ആയിട്ട് കാണില്ല, സിനിമ ആയിട്ട് കാണുമ്പോൾ അതേ ജീവിതം ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ഇൻസിഡൻസ് ആ ലൈഫ് എന്താന്ന് എല്ലാത്തിന്റെ പേർക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോ ഈ ഒരു പടം സ്റ്റിൽ ഈ ഒരു പടം ഗംഭീര പടം തന്നെ ഉണ്ട്, ദി മാച്ച് എന്ന് പറയുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ ഫുള്ള് കാണണം. അല്ലാതെ അരമണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്ര ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ചോദിക്കരുത് എന്ത് പടം എന്ന് ചോദിക്കരുത്. ഫുള്ള് കാണാം. 2 മണിക്കൂറിന്റെ മൂവി ഫുള്ള് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.